നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞങ്ങളും തീരുമാനിച്ചു, എന്റെ മകന് ഈ പെണ്ണിനെയും വേണ്ട. അങ്ങളെ പറയാനൊന്നുമല്ല, എനിക്ക് കാണിക്കാനുള്ളത്. കണ്ടില്ലേ, എന്റെ വീട്ടിലും ഈ പറയുന്ന ഡ്രൈവറും ജോലിക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അവരാരും വീട്ടുകാരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഉണ്ടാവാറില്ല. ഇവൻ അങ്കിളുടെ പി ആണോ അതോ ഹൃതികയുടെ വേറെ ആരെങ്കിലും ആണോ? ഇവൻ ഇവിടത്തെ ജോലിക്കാരനാണോ അതിലും വലിയ മറ്റെന്തെങ്കിലും ആണോ? അശ്വിൻ തെറ്റിദ്ധരിക്കല്ലേ. ഇവൻ ഇവിടെ ജോലിക്കാരനാണെന്നുള്ള വിചാരത്തോടെ അല്ല പെരുമാറുന്നത്. അത് ഋതുമോളുടെ തെറ്റല്ല, സ്വന്തം നിലം മറന്ന് പ്രവർത്തിക്കുന്ന ഇവന്റെ തെറ്റാണ്. ഈ വീഡിയോ മോന്റെ മൊബൈലിൽ വന്നതിന് വെറുതെ ഋതികയെ കുറ്റപ്പെടുത്തല്ലേ. ഇവൻ ചിലപ്പോ ഡൈനിങ് ടേബിളിൽ കയറിയിരിക്കും, അവളെ കൊണ്ട് വിളമ്പിച്ച് കഴിക്കും. അയ്യോ, അതൊന്നും ഋതുമോളുടെ തെറ്റല്ല, സത്യം. ജോലിക്കാരൻ നിലമറന്ന് പ്രവർത്തിക്കുന്നതല്ല കാര്യം, വീട്ടുകാർ അവനെ എങ്ങനെ നിർത്തുന്നു എന്നതാണ് കാര്യം. അതാണ് എനിക്കറിയേണ്ടത്. അല്ല, മോർഫിത് എന്റെ മുഖം വെച്ച വീഡിയോ എങ്ങനെ ഒറിജിനൽ വീഡിയോ ആയി? എങ്ങനെ രാജുവിന്റെ മുഖം വന്നു? ഇങ്ങനൊരു സംഭവം ഇതപ്പോ ഈ കളി വേണ്ട. എന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ വാക്ക് തന്നിട്ട് വീണ്ടും മുറപ്പെണ്ണിന് വേണ്ടി ശ്രമിക്കുന്നു. ഇത് ശരിയല്ലല്ലോ. ഇനിയുണ്ടോ ഇതുപോലത്തെ വീഡിയോ? എന്താ ആരും ഒന്നും മിണ്ടാത്തെ? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? നമ്മൾ ആരെയും യൂറോപ്യൻ കൾച്ചറിൽ വളർന്നവരല്ലല്ലോ. നമുക്ക് നമ്മുടേതായ രീതികളുണ്ട്. ഒരു പെൺകുട്ടി, അതും വിവാഹം ഉറപ്പിച്ച പെൺകുട്ടി, പെരുമാറേണ്ടത് ഇങ്ങനെയാണോ? ഋതികയുടെ പോക്ക് ശരിയല്ല, അവളുടെ നടപടികളൊന്നും ശരിയല്ല. ശ്രീകല മേഡം, ഇവിടെ തെറ്റായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. നീ മിണ്ടി പോകരുത്. PA ആവട്ടെ PS ആവട്ടെ, ഒരു ജോലിക്കാരന് കടന്നു ചെല്ലാവുന്ന ഇടവും പെരുമാറാവുന്ന വിധവും അത് നീ മനസ്സിലാക്കിയിട്ടില്ല. അത് നിന്റെ തെറ്റ്. നിന്നെ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ല, അത് ഇവളുടെ തെറ്റ്. നേരത്തെ തന്നെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഋതികയ്ക്ക് ഈ വിവാഹത്തിന് സമ്മതമാണോന്ന സംശയം. അതിപ്പോ ഉറപ്പായി. ഇവൾക്കിപ്പോ ഞങ്ങളുടെ മകനെ വേണ്ട. ഞങ്ങളും തീരുമാനിച്ചു,
എന്റെ മകന് ഈ പെണ്ണിനെയും വേണ്ട. മാഡം, നിശ്ചയിച്ചുറപ്പിച്ച ഈ വിവാഹത്തിൽ നിന്നും ഞങ്ങളും പിന്മാറുന്നു. മാഡം, ശ്രീലേച്ചി അങ്ങനെ പറയല്ലേ. രാജു ഋതിക്കും തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടമില്ല. പിന്നെ അവളുടെ എന്ത് കാര്യത്തിനും അവനെ ചുമതലപ്പെടുത്തും. അതവൻ ഭംഗിയായി ചെയ്യും, അത്രേ ഉള്ളൂ. അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രാണ്. യാമിനിക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ, അതിൽ ഞാൻ കുറ്റം പറയില്ല. പക്ഷേ സത്യം യാമിനി പറയുന്നതല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇല്ല മാഡം, അതൊന്നും ശരിയല്ല. എന്റെ മനസ്സിലോ ഋതിക മാഡത്തിന്റെ മനസ്സിലോ മാഡം പറയുന്ന പോലെ ഒരു വിചാരവും ഇല്ല. ഋതിക മാഡവും അശ്വൻ സാറും തമ്മിലുള്ള വിവാഹം നടന്നു കാണാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. ഇന്നലെ ഋതിക മാഡം എനിക്ക് ഭക്ഷണം തന്നോന്നുള്ളത് നേരാ. പരീക്ഷ പാസ്സായതിന്റെ ട്രീറ്റ് ആയിട്ടാണ് മാഡം എനിക്ക് ഭക്ഷണം തന്നത്. ഓ, മാഡം, ഞാൻ ഈ നിമിഷം ഞാൻ ഈ വീട് വിട്ടിറങ്ങാം. മേലിൽ ഈ വീടിന്റെ പഴി ചവിട്ടില്ല എന്നുള്ള ഉറപ്പും തരാം. ഞാൻ പറയുന്നത് വിശ്വസിക്കണം മാഡം. ഈ വിവാഹം ഉപേക്ഷിക്കരുത്. കത്തിച്ചു വെച്ച ഈ കർപ്പൂര ദീപത്തെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഋതിക മേഡവും ഞാനും തമ്മിലുള്ള ബന്ധം പവിത്രവും നിഷ്കളങ്കവുമാണ്. അതിൽ ദുർവിചാരങ്ങളോ ദുരാഗ്രഹങ്ങളോ ഒന്നുമില്ല. ഒരു കള്ളനും താൻ കള്ളം ചെയ്തൊന്നും പറയില്ല. കള്ളസത്യം ചെയ്യുന്ന നീ അങ്ങനെയുള്ളൊരു കള്ളനാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.